ഓഹോ, ഇത്രയൊക്കെ ആയിട്ടും നീ അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ലേ? എവിടെന്ന്? ഓരോ ദിവസം തോറും അവള് ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ കാത്തിരിക്കല്ലേ. ഇവൻ ഇങ്ങനെ പോയി മൂത്ത് നിരച്ചിവിടെ നിക്കലുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. എടാ അച്ചു, കുട്ടിക്കാലത്ത് കൊടുത്തൊരു വാക്കിന്റെ പേരും പറഞ്ഞ് നീ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോകത്തുള്ളൂ. അവള് നിന്നെ മറന്നു കാണും. ഇത്ര നാളും നടന്നിട്ട് നീ കണ്ടുപിടിച്ചോ അവളെ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നീ അവളെ മറന്നു കളഞ്ഞേക്ക്. എന്നിട്ട് ആന്റിയും അങ്കിളും പറഞ്ഞ പോലെ പാറുവിനെ കല്യാണം കഴിക്കും. പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ബട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാ ബുദ്ധിമുട്ട്. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ആ ശരിയാണ്, ചെറുപ്പത്തിൽ കൊടുത്ത വാക്കാണ്. പക്ഷേ ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ ഉറപ്പിൽ മാത്രമാണ്. പിന്നെ പാറുവിൻ്റെ കാര്യം, അവൾ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത്? അതൊക്കെ നിന്റെ വെറും തോന്നലാടാ. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. ഇപ്പൊ തന്നെ എൻ്റെ കാര്യം നോക്ക്. അന്ന് മമ്മി എനിക്ക് വേണ്ടി അനനെ കണ്ടുപിടിച്ചപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ കല്യാണത്തിന്. എൻ്റെ ടേസ്റ്റ് വേറെ, അവളുടെ ടേസ്റ്റ് വേറെ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നോക്ക്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് മമ്മി കണ്ടുപിടിച്ച ഏറ്റവും നല്ല തീരുമാനമാണ് അന്നാന്ന്. ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകുന്നില്ലേ? ഒരു കുട്ടിയായി സുഖമായി ജീവിക്കുന്നില്ലേ? അതുപോലെ കല്യാണം കഴിഞ്ഞതൊക്കെ ശരിയായിക്കോളും. അതെ, എനിക്കൊരു കാര്യം പറയാനും. എനിക്കിപ്പൊ ശ്രദ്ധിക്കണം, വണ്ടി നിർത്ത്. ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റൂല. നീ കുറച്ചു നേരം വിളിക്കും, നമുക്ക് ഇപ്പൊ പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്നു മോളെ, ഇത് വിളിച്ചറിയിക്കരുതേ. 5 മിനിറ്റ് തരും, അതിനുള്ളിൽ നീ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഈ വണ്ടിയിലിട്ട് ശ്രദ്ധിക്കും. ഇല്ലടാ, എന്താ കാര്യം? എന്താന്ന് പറ പെണ്ണെ. ഉറങ്ങുന്നവരെ വിളിച്ച് ശല്യപ്പെടുത്താണ്ട്. വേറൊന്നല്ല, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് വെച്ചിട്ടാ. പിന്നെ പാതിരാത്രിക്കല്ലടി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നെ. മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങടി പെണ്ണെ. എനിക്ക് ഓർക്കാൻ വരുന്നില്ല, അതുകൊണ്ടല്ലേ. പ്ലീസ് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാനേ. അത് പൊന്നു ലച്ചു, ഉറങ്ങുന്ന സമയത്ത് തന്നെ ശല്യപ്പെടുത്തിയിരിക്കുന്ന ദേഷ്യം വരും കേട്ടോ. മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടും അവിടെ ഇട്ടിട്ട്. ശബ്ദമുണ്ടാക്കാതെ അവർ ഇരുവരും ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ ചെന്നപ്പോൾ ലച്ചു എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും പ്രീതി ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ലോകത്താണ്. ഞാൻ പറയണ നീ വല്ലതും കേൾക്കുന്നുണ്ടോ? നീ ഇത് എന്താലോചിച്ച് നിൽക്കുക? കുറെ നേരമായല്ലോ. സോറിയടാ, നീ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. സോറി ഒന്നും പറയണ്ട, അതെനിക്ക് മനസ്സിലായി. നീ ഈ ലോകത്തൊന്നും അല്ലാന്ന്. ഇതിന് മാത്രം എന്തെന്നാടാ നീ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ആലോചിച്ചത് വേറെ ഒന്നല്ലടാ. നീ ആ നക്ഷത്രങ്ങളെ നോക്കി, എന്തു ഭംഗിയാലേ. ചെറുപ്പത്തിലെ അമ്മനെ കാണുന്നവനൊക്കെ അറിയുമ്പോ ചെറിയമ്മ പറഞ്ഞു തരാറുണ്ട്, ഈ മരിച്ചു പോയരാ നക്ഷത്രങ്ങളായിട്ട് വരാന്ന്. അന്ന് മുതല് അമ്മയോട് എന്ത് പറയണെങ്കിലും ഈ നക്ഷത്രങ്ങളോടാവെന്ന് പറയാറ്. സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ എന്തും. ഇനി ഞാനും ഇതുപോലെ ഒരു നക്ഷത്രമാവില്ലേ? അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചിന്തിച്ചോണ്ടിരുന്നോ? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിനക്ക് ആലോചിക്കാൻ? എന്നിട്ട് അതൊന്നും ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നോളൂ. നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് കുറിച്ച് പറയാം. ഈ ടോപ്പിക്കിനോട് ജീവിതത്തിൽ താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. അല്ലടാ, ഞാൻ മിണ്ടരുത്. ഇനി നിനക്ക് സംസാരിക്കാൻ ഞാൻ നിന്നോട് മിണ്ടില്ല കേട്ടോ. ഞാൻ പോവും ഇവിടെ നിന്ന്. ഓ എന്റെ പൊന്നു മോള് പിണങ്ങണ്ട, ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ ചിപ്പി, നീ ഇതെവിടെയാ? ആ, നീ ഇവിടെ നിൽക്കണോ? കിടക്കുന്നില്ലടാ. കിടക്കണം, പറ്റേ. അവൻ കിടന്നോ? ആ, ഇപ്പൊ തന്നെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുറെ വെള്ളം കൂറി വെച്ചിട്ടാ അവനൊന്ന് ബോധം തെളിഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ട കുടിക്കണ്ടെന്ന്. പറഞ്ഞാ കേക്കില്ലല്ലോ. നാട്ടിൽ ഇവനിങ്ങനൊക്കെ തന്നെയാണോടാ? ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നാട്ടിൽ പോകുമ്പോ നല്ല പുള്ളി ആയിക്കോളും. അല്ലെങ്കിൽ വിളിച്ചിനെ വിളിമടി നല്ലത് കിട്ടും അവന്. അതേതായി നന്നായി. ആരെങ്കിലും ഒരാളെ പേടി ഉണ്ടാവണം നല്ലതാ. അല്ല, നീ പോകുന്നില്ലേ? സമയം ഒരുപാടായല്ലോ. സമയം ഇത്ര ആയില്ലടാ. ഞാനിനി ഡ്രൈവ് ചെയ്തെത്തുമ്പോഴേക്കും വെളുപ്പിനാവും. പിന്നെ ഓഫീസിൽ പോകാനുള്ള നേരം ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് ഉറക്കം തൂങ്ങണേക്കാൾ നല്ലത് ഇവിടെ നിന്ന് ഉറങ്ങണതല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്നില്ലെന്ന് വെച്ചു. ഇവിടെ നിന്ന് കുളിച്ച് പോകാന്ന് കരുതി. അത് നന്നായി. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ പൊന്നു ജോണെ, പാറുവിന്റെ കണി നിർത്തിക്കോ. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നാട്ടിൽ അമ്മയുടെ ശൈലി സഹിക്കാൻ വയ്യണ്ട. ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നിന്റെ ശല്യം. അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാലോ. അതൊന്നല്ല കാര്യം. പിന്നെന്താ നിനക്ക് ചോദിക്കാനുള്ളത്? നിനക്ക് ഞങ്ങളൊന്നും ഇഷ്ടമല്ലേടാ? അതെന്താ അങ്ങനെ ചോദിച്ചേ? നിങ്ങളെല്ലാരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
നിങ്ങളൊക്കെ കാരണമല്ലേ ഞാനിങ്ങനെ ജീവനോടിരിക്കുന്നത് തന്നെ. ഒന്നല്ല, വെറുതെ ചോദിച്ചതാ. എന്നാലും പറ, ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൂടുതൽ കുറവൊന്നുമില്ല, എല്ലാരും ഒരേപോലെ ഇഷ്ടം. വലിയച്ഛനും വലിയമ്മയും ഒഴിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ? അങ്ങനെ ചോദിച്ചാ ചെറിയച്ഛനും ചെറിയമ്മയും, പിന്നെ ചേച്ചി, പിന്നെ എന്റെ ലച്ചുട്ടൻ, പിന്നെ 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 ഞാൻ ഈ ജീവിതത്തിൽ ഒരെണ്ണമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. മൈ ലവ്, മൈ ക്രഷ്, മൈ എവറിത്തിങ്. ഓ, ഞാൻ കരുതി എന്റെ പേര് പറയുമെന്ന്. എന്തെങ്കിലും ആകട്ടെ, നമ്മളോടൊന്നല്ലല്ലോ ചിലർക്ക് ഇഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ പൊന്നു കൊച്ചെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താ ചോദിക്കാനുള്ള പറ. ഓർമ്മ വെച്ച് നാൾ മുതൽ ഞാൻ കേൾക്കുന്നതാ നിന്റെ പ്രണയത്തെ കുറിച്ചിട്ട്. ഇങ്ങനെ ക്രേസായി ലവ് ചെയ്യാൻ മാത്രം എന്ത് സ്പെഷ്യലാ ആൾക്കുള്ളേ? അവൾ എനിക്ക് ഇത്രമാത്രം സ്പെഷ്യൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് വൺ തിങ്, അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു ഫീലിംഗ്, അതിനായിരിക്കും ചിലപ്പോൾ പ്രണയം എന്നൊക്കെ പറയാം. ചെറുപ്പത്തിൽ അവൾ എന്നെ വിട്ടു പോകുമ്പോൾ ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. ആ സങ്കടം പിന്നെ കാത്തിരിപ്പായി, പിന്നീട് അത് പ്രണയമായി മാറി. അവൾ എങ്ങനെയായിരുന്നാലും നീ സ്വീകരിക്കും അവളെ? അവളെ കാണാൻ ഭംഗിയില്ലെങ്കിലും നിനക്കൊട്ട് മാച്ച് ഇല്ലെങ്കിലും നീ സ്വീകരിക്കോ? എടാ, ഈ പ്രണയം എന്ന് പറഞ്ഞ മനസ്സുകൾ തമ്മിലുള്ളതല്ലേ, അതിൽ ഈ സൗന്ദര്യത്തിനൊക്കെ പ്രാധാന്യമുണ്ടോ? ഇനി പിന്നെങ്കിൽ തന്നെ അവൻ എങ്ങനെ ഇരുന്നാലും സ്റ്റിൽ ഐ ലവ് ഹിം. എടാ, ഇപ്പൊ ഓൾമോസ്റ്റ് 17 വർഷമായില്ലേ? ആൾക്കിപ്പോ നമ്മുടെ കിച്ചുവിന്റെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആളെ സ്വഭാവത്തിലും വ്യത്യാസം കാണില്ലേ? ചിലപ്പോ റൂഡായിരിക്കാം, ചിലപ്പോ കോൾഡ് ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നീ ഇഷ്ടപ്പെടോ? ചിലപ്പോ നിനക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ക്യാരക്ടർ ആണെങ്കിലോ? ചിലപ്പോ അവന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലോ? ഇനി പിണ്ടെങ്കിൽ തന്നെ അപ്പോൾ എനിക്കിഷ്ടോ. കേട്ടിട്ടില്ലേ നീ, സ്നേഹത്തിനെ കണ്ണില്ല മുക്കില്ല എന്നൊക്കെ? അവനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവനും മാറിയിട്ടുണ്ടാവും, അവന്റെ ക്യാരക്ടറും മാറിയിട്ടുണ്ടാവും. എന്നാലും എനിക്ക് അവനോട് ഇഷ്ടം കുറഞ്ഞിട്ടില്ല. പിന്നെ നടക്കാത്ത റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടും എന്തോ എൻ്റെ മനസ്സിനത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടാ. എനിക്കറിയാം അവൻ എനിക്കുള്ളതല്ലെന്ന്, എനിക്കിങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ലെന്ന്. എന്നാലും എനിക്കറിയില്ലടാ എന്താന്ന്, എന്റെ മനസ്സിന് കൺട്രോൾ എനിക്ക് പറ്റുന്നില്ല. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. വീണ്ടും തുടങ്ങി. എന്റെ പൊന്നു പിയു, മെഡിസിനോടൊപ്പം തന്നെ വേണ്ട ഒന്നാണ് ആത്മധൈര്യം. നീ ഇങ്ങനെ ആത്മധൈര്യം വിട്ടാൽ എങ്ങനെയാ പ്രതു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ സംസാരിക്കരുതെന്ന്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ മിണ്ടില്ല നിന്നോട്, സത്യമായിട്ടും. എനിക്ക് നിന്നോട് വീണ്ടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പലവട്ടം പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി പറയാണ്. ചിലപ്പോ അവള് മറന്നിട്ടുണ്ടെങ്കിലോ നിന്നെ? നീ ഇതൊന്നും ആലോചിക്കാത്തെ? ഇത്രയും നാളായില്ലേ? അറിയില്ല എന്നെ മറന്നോന്ന്. എന്നാലും എന്റെ മനസ്സ് പറയുന്നത് ഈ ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും അവൾ എന്നെ ആലോചിക്കുന്നുണ്ടാകും. ഞാൻ എത്രത്തോളം അവൾ സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാകും. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ എന്നെ തേടി വരും. അല്ല, നീ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്? സമയം ഒരുപാടായി, ചെന്ന് കിടക്കാൻ നോക്ക്, ഞാൻ കുറച്ച് അങ്ങോട്ട് വരാം. ശരി, നിന്റെ പ്രതീക്ഷ പോലെ തന്നെ നടക്കട്ടെ. അന്ന് ഞാൻ പോയി കിടക്കാൻ പോകണം, അധികം നിൽക്കണ്ട, വേഗം വന്ന് കിടക്കാൻ നോക്ക്. ശരി എന്നാ. ചിപ്പി, എല്ലാവരും പറയുന്ന പോലെ നീ എന്നെ മറന്നു? അതോ എൻ്റെ മനസ്സിന് തോന്നുന്നതാണോ നീ എന്നെ ഓർക്കുന്നുണ്ടെന്ന്? നീ എന്നെ ശരിക്കും മറന്നോ ചിപ്പി? എന്നെ കാണാൻ നീ വരില്ലേ? എൻ്റെ അടുത്തേക്ക് നീ ഒരിക്കലും വരില്ലേ? എടാ, എനിക്കൊട്ടും പറ്റാത്തത് കൊണ്ടാണ്. ഇനി എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു നോക്കെങ്കിലും കണ്ടാൽ മതി, ദൂരെ നിന്നെങ്കിലും. അതിന് പറ്റിയ മതിയായിരുന്നു എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. മിസ്സേ, പോകാൻ പറ്റിയൊരു കാര്യം പറയട്ടെ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ID എടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി ഫോളോ ചെയ്തേക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.